DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതിയുമായി സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് എത്തിയിരിക്കുകയാണ്. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20നും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. പദ്ധതിയുടെ ഭാഗമായി പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും. വായ്പാ തുകയുടെ 20% സബ്സിഡിയായി ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ളവർ, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികളുള്ളവർ, BPL കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. BPL വിഭാഗത്തിന്റെ അഭാവത്തിൽ കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം വരെയുള്ള APL വിഭാഗത്തെയും പരിഗണിക്കും. സബ്സിഡി കഴിച്ചുള്ള വായ്പാ തുകയ്ക്ക് 6% നിരക്കിൽ പലിശ ഈടാക്കും. അപേക്ഷകൾ www.ksmdfc.org മുഖേന ഓൺലൈനായി സമർപ്പിക്കാം. അടുത്ത അറിയിപ്പ്, BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റി നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ജനുവരി 31 വരെ സമർപ്പിക്കാം. പ്രതിമാസം 15 കിലോലിറ്റർ വരെ ജല ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 2026 ജനുവരി 31 മുൻപായി bpllab.kwa.kerala.gov.in എന്ന പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലും ഈ പദ്ധതിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുകയും പുതുതായി 3000 കണക്ഷനുകൾ കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഗ്യാസ് സിലിണ്ടറുകളെ അപേക്ഷിച്ച് വിലക്കുറവാണെന്നതും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അപകട സാധ്യതകൾ കുറവായതിനാൽ കൂടുതൽ സുരക്ഷിതമാണെന്നതും ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളാണ്. ഗ്യാസ് തീർന്നുപോകുമെന്ന ആശങ്കയില്ലാതെ 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന ഈ കണക്ഷനായി അദാനി ഗ്യാസ് പോലുള്ള അംഗീകൃത ഏജൻസികളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്ത അറിയിപ്പ്, പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ എന്ന അസംഘടിത മേഖലയിലെ സാധാരണ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അപേക്ഷിക്കാം. പൊതുമേഖലാ സർക്കാർ സർവീസുകളിലുള്ളവർ, ആദായനികുതി അടക്കുന്നവർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് മാസം 55 രൂപ മുതൽ 200 രൂപ വരെ അടയ്ക്കണം. ഇതിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും ഓരോ മാസവും നിക്ഷേപിക്കും. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഗുണഭോക്താവിന് പ്രതിമാസം 3000 രൂപ വീതം ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കും. ഗുണഭോക്താവിന്റെ മരണശേഷം പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. ആധാർ കാർഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയവയാണ് അപേക്ഷിക്കാൻ പ്രധാനമായും വേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.